വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമമാണ് ഇടുക്കി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വേളൂർ. വനത്തിനുള്ളിലെ 4 കിലോമീറ്റർ ഓഫ് റോഡിലൂടെ കാനന ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്താൽ വേളൂരിലെത്താം. എന്നാൽ ഈ ഗ്രാമം ഇന്ന് മാലിന്യം കാർന്നു തിന്നുകയാണ്. ദുരിത ജീവിതം നയിച്ചു കുറെ മനുഷ്യരും ഇന്ന് ഗ്രാമത്തിലുണ്ട്. ഇതാണ് വർഷങ്ങളായി വേളൂർ ഗ്രാമത്തിന്റെ അവസ്ഥ. ശുദ്ധജലമൊഴുകിയിരുന്ന ചെറു തോടുകളിൽ മലിനജലം നിറഞ്ഞിരിക്കുന്നു. 4 ഫാമുകളാണ് വേളൂർ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. ഫാമിന്റെ മറവിൽ കൊച്ചിയിലെ വൻകിട ഹോട്ടലുകളിൽ നിന്നുൾപ്പെടെ മാലിന്യമെത്തിച്ച് ഈ കുഴികളിൽ നിറയ്ക്കുന്നു. ശക്തമായ മഴയിൽ കുഴികൾ നിറഞ്ഞ ഈ മാലിന്യമത്രയും തോടുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. സമീപത്തെ പന്നി ഫാമിൽ നിന്ന് മലിനജലം നേരിട്ട് തോട്ടിലേക്ക് ഒഴുക്കുന്നു. ഈ തോടുകൾ ചെന്ന് ചേരുന്നത് വേളൂർ നദിയിലേക്കും. പ്രദേശമാകെ അസഹനീയമായ ദുർഗന്ധവും. 50ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഇപ്പോഴുള്ളത് 10 കുടുംബങ്ങൾ മാത്രം. തോടുകളോട് ചേർന്നുള്ള കിണറുകളിലേക്ക് മലിനജലം എത്തിത്തുടങ്ങിയതോടെ ജനജീവിതം ദുസ്സഹമായി. മേഖലയിലെ പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടായി. വീടും സ്ഥലവും ഉപേക്ഷിച്ച് പലരും ഗ്രാമം വിട്ടു. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാലാണ് ഇവർ ഇവിടെ തന്നെ തുടരുന്നത്. വേളൂരിലെ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നാണ് മാലിന്യങ്ങളത്രയും വനത്തിനുള്ളിലെ ഗ്രാമത്തിലെത്തിക്കുന്നത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലും മലിനീകരണ നിയന്ത്രണ ബോർഡിലും ഉൾപ്പെടെ നിരവധി പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഇവര് വേസ്റ്റ് കൊണ്ടുവരും, ബാക്കിയുള്ള സാധനം പുഴയൊക്കെ വിടും. രാത്രി കാലങ്ങളിലാണ് വണ്ടി ഓടുന്നത്. രാത്രി ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും വേസ്റ്റുമായിട്ട് ഫാമിൽ വരും. അവർക്ക് കൂടുതൽ വേസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് മുഴുവൻ സാധനം എടുക്കണം. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ രക്ഷയില്ലാത്തൊരവസ്ഥയായി. അങ്ങനെ ഇവരോട് കേസിനും വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകാതെ, കാരണം ഞങ്ങൾ ഈ വനപ്രദേശത്തോടുകൂടെയാണ് നടന്നു പോണേ. അവരിപ്പം സംഘങ്ങളായിട്ട് പല ഫാമുകളുണ്ട്. അവർ നമുക്ക് ഞങ്ങളെ ഉപദ്രവിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് താമസം മാറ്റാമെന്നും പറഞ്ഞു ഇവിടെ താമസം മാറിയപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി വാടകയ്ക്കാണ് താമസിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ കൃഷി ചെയ്യുന്നതിനായി സർക്കാർ കർഷകർക്ക് വിട്ടു നൽകിയ സ്ഥലമാണിത്. ഒരു ഗ്രാമത്തെയാകെ മാലിന്യം വിഴുങ്ങുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.